കൃഷ്ണ. ഇന്ന് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് വിരിഞ്ഞത് അതീവ ഹൃദ്യവും കൗതുകമുണർത്തുന്നതുമായ ഒരു ലീലാരൂപമാണ്. ഉച്ചപൂജയ്ക്ക് ഭഗവാന് ചാർത്തിയ കളഭാലങ്കാരം എന്താണെന്നറിയോ? യശോദമ്മ ഉരലിൽ കെട്ടിയിട്ടപ്പോൾ ആ ഉരലും കൊണ്ട് വലിച്ച് ഭക്തരുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന കുസൃതി കണ്ണൻ്റെ ദാമോദര ഭാവത്തിലാണ് ഇന്ന് പൊന്നുണ്ണി ഉണ്ടായിരുന്നത്. ഒരു ചെറിയ ഉണ്ണി തൻ്റെ കുഞ്ഞിക്കാലുകൾ വെച്ച് നമ്മുടെ മുന്നിലേക്ക് ഓടി അടുക്കുന്നത് പോലെയുള്ള വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഭഗവാന്റെ രണ്ട് കുഞ്ഞിക്കാലുകളും ഒന്നിനു പുറകെ ഒന്നായി വെച്ച് ഓടുന്ന ഭാവത്തിലാണ് ഭഗവാനുള്ളത്. വലതുകാല് അല്പം മുന്നോട്ടും ഇടതുകാല് പിന്നിലുമായി ഓട്ടത്തിൻ്റെ വേഗത ആവാഹിച്ച ഒരു രൂപം തന്നെയാണ് അലങ്കരിച്ചിട്ടുള്ളത്. ആ തൃപ്പാദങ്ങളിൽ പൊൻതളകൾ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഭഗവാൻ ഭക്തൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. ശരണം പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്തുന്നവനാണ് ഭഗവാൻ എന്നത് ആ പാദങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അരയിൽ ഭംഗിയിൽ പട്ടുകൊണകം ചാർത്തിയിരിക്കുന്നു. കുഞ്ഞു കുമ്പേനോട് പറ്റിപ്പിടിച്ച് കിടക്കുന്ന സ്വർണ്ണ കിങ്ങിണിയുണ്ട്. ആ കിങ്ങിണിക്ക് തൊട്ടു മുകളിലായിട്ട് കയറ് കെട്ടിയിരിക്കുന്നു. അത് ഇടതു ഭാഗത്തുള്ള ഉരലിലേക്ക് ഇങ്ങനെ ബന്ധിച്ചിട്ടുണ്ട്. കണ്ണനെയും ഉരലിനെയും ചേർത്തിട്ട് ഒരു കയറ് കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. ആ ഭാരമേറിയ ഉരലും വലിച്ചുകൊണ്ടാണ് നമ്മുടെ പൊന്നുണ്ണി ഓടി വരുന്നത്. ദാമം എന്ന് പറഞ്ഞാൽ കയറും, ഉദരം എന്ന് പറഞ്ഞാൽ വയറുമാണ്. അങ്ങനെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണന് ദാമോദരൻ എന്ന് പറഞ്ഞുള്ള ഒരു പേര് കൂടി വന്നത്. കയറ് വയറിലുള്ളവൻ ദാമോദരൻ, അങ്ങനെയാണ്. പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളിലൊതുക്കുന്ന പരബ്രഹ്മത്തെ ഭക്തി എന്ന കയറുകൊണ്ട് യശോദ കെട്ടിയിട്ടു എന്നുള്ളതാണ്. ഭക്തന്റെ സ്നേഹത്തിന് മുന്നിൽ താൻ ബന്ധനസ്ഥനാവാൻ തയ്യാറാണ് എന്ന് ഭഗവാൻ കാട്ടിത്തരാണ്. ഭഗവാന്റെ വലത് കൈയിൽ പ്രാണപ്രിയമായ ഓടക്കുഴൽ പിടിച്ചിരിക്കുന്നു. ഇടത് കൈയ്യ് ഓട്ടത്തിൻ്റെ ആക്കം കൂട്ടാനാണ് എന്നുള്ള പോലെ അല്പം മുകളിലേക്ക് ഉയർത്തി മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. കൈകളിൽ തിളങ്ങുന്ന കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ കഴുത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് സുന്ദരമായിട്ടുള്ള മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയങ്ങൾ പോലെ മറ്റു മാലകളും ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ തിരുമുഖത്തും ശരീരത്തിലുമൊക്കെ ആയിട്ട് 4 പ്രധാനപ്പെട്ട ഗോപീ തിലകങ്ങളാണ് വച്ചിട്ടുള്ളത്. മാറത്ത് ഇടതു തോളിൽ, വലതു തോളിൽ, പിന്നെ നെറ്റിത്തടത്തിലും ചെവികളിലും സ്വർണത്തിൻ്റെ തിലകങ്ങൾ ചാർത്തിയിട്ടുണ്ട്. ഈ സ്വർണ്ണ തിലകങ്ങൾ, ഗോപീ തിലകങ്ങളൊക്കെ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ഭഗവാന്റെ ദിവ്യമായ ചൈതന്യത്തെയും സൂര്യപ്രഭയെയും സൂചിപ്പിക്കുന്നതാണ് ഈ തിലകങ്ങൾ എന്ന് പറയുന്നത്. നെയ്വിളക്കിൻ്റെ വെളിച്ചത്തിൽ ആ സ്വർണ്ണ തിലകങ്ങൾ കാണുമ്പോൾ ഭക്തൻ്റെ ഉള്ളിലെ അജ്ഞാന അന്ധകാരാണ് നീങ്ങണത് എന്നാണ്. ഭഗവാന് ഇന്ന് 3 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ഭഗവാന്റെ പൊന്നു കിരീടത്തിന് മുകളിലായിട്ട് 3 തരം തിരുമുടിമാലകൾ, അതായത് ഒന്നാമത്തേത് ചുവന്ന തെച്ചിപ്പൂവും തുളസിയും വെളുത്ത പൂക്കളും കൊണ്ട് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വെളുത്ത പൂക്കളും തെച്ചിയും മാത്രം ചേർത്തുണ്ടാക്കിയിട്ടുള്ളതാണ്. മൂന്നാമത്തെ തിരുമുടിമാല വെളുത്ത പൂവും തെച്ചിയും കൂടി കൂടുതൽ തുളസി പൂക്കളും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഭഗവാന്റെ കഴുത്തിൽ 2 തടിച്ച ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ഒന്ന് ശുദ്ധമായിട്ടുള്ള വെളുത്ത താമരപ്പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതും മറ്റേത് തെച്ചിയും തുളസിയും വെളുത്ത പൂക്കളും കൂടി ഇങ്ങനെ കട്ടിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണ്ടമാലയാണ്. പിന്നെ കിരീടത്തിന് മുകളിലായിട്ട് വിധാനമായിട്ടും 5-6 ഉണ്ടമാലകൾ തന്നെയാണ് തൂക്കിയിട്ടുള്ളത്. അതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചാർത്തിയിരിക്കുന്നു. ഇതിൽ ഭൂരിഭാഗവും ഭഗവാന് പ്രിയപ്പെട്ട തുളസി പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. മന്ദഹസിക്കുന്ന ഭഗവാന്റെ ഈ ഒരു അലങ്കാരം കണ്ട് ഭഗവാൻ വിശ്വം ചമയ്ക്കുന്ന പരമേശ്വരനാണോ, മോക്ഷം തരുന്ന മുകുന്ദനാണോ എന്നൊന്നും ഭക്തൻ അറിയേണ്ട കാര്യമില്ല. അവൻ നമ്മുടെ
പ്രേമസ്വരൂപൻ മാത്രമാണ് എന്നുള്ളതാണ് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരുന്നത്. ഭക്തൻ്റെ വിളിപ്പുറത്ത് ഓടി വരുന്ന സ്നേഹസ്വരൂപനായ ഉണ്ണിക്കണ്ണൻ. അരയിൽ കെട്ടിയിട്ടുള്ള ആ വലിയ ഉരല് ഭഗവാൻ ഒരു ഭാരമേ അല്ല. കാരണം അവൻ ഭക്തൻ്റെ സ്നേഹപാശത്തിലാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ആ കുഞ്ഞു പാദങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. ആ തിരുമുഖത്തെ അമൃത പുഞ്ചിരി കൊണ്ട് സർവവും മറന്ന് ആനന്ദ കണ്ണീരോടെ ആ കാൽക്കല് എല്ലാം സമർപ്പിച്ച് സർവവും സമർപ്പിച്ച് നമുക്ക് നാരായണ നാമം ജപിക്കാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.